ഫൈനലി സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 3 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സീസണാണ്. ഇനിയൊരു സീസൺ വരാനില്ല സ്ക്വിഡ് ഗെയിമിന്. എന്നെ സംബന്ധിച്ച് നല്ലൊരു പ്രോപ്പർ സ്യൂട്ടിഫൈങ് കൺക്ലൂഷൻ തന്നെ ആയിരുന്നു കിട്ടിയത്. എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ തോന്നണമെന്നില്ല. എനിക്ക് ഒരു സീരീസിൻ്റെ ടോട്ടൽ പേർപ്പസ്, ആ ഒരു ഉദ്ദേശവും കാര്യങ്ങളും മനസ്സിലായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് സ്ക്വിഡ് ഗെയിം ഇനിയും വലിപ്പിച്ച് ഒരു 5-6 സീസൺ വരെയൊക്കെ കൊണ്ടുപോകുമെന്നാണ്. അതായത് ഓരോ കളിയിലും ഇപ്പോൾ ഓരോ ആൾക്കാരെ ഇതുപോലെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചപ്പോൾ നേരെ തിരിച്ചാണ് വന്നത്. അതായത് മറ്റുള്ള സീരീസുകളെ പോലെ വലിച്ചു നീട്ടാതെ ഈ ഒരു 3rd സീസണിലെ എപ്പിസോഡുകളിൽ തന്നെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊരു മെയിൻ പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സീരീസ് നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇതിനൊരു പേർപ്പസ്, ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മോട്ടീവ് ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു 3rd സീസണിൽ. അതായത് കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് ഇവർ സ്റ്റോറിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ കുട്ടിയെ വെച്ചുള്ള ഒരു പരിപാടിയും കാര്യങ്ങളും ഇവർ ചെയ്യും. അത് പ്രോപ്പറായിട്ടും പേഴ്സണലി എനിക്ക് കണക്റ്റായി. സോ എന്നെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫൈങ് കണ്ടീഷൻ തന്നെയായിരുന്നു. അതായത് വെറുതെ ഈ ഒരു ഗെയിമും കാര്യങ്ങളും കളിച്ച് തീർക്കുക എന്നല്ലാതെ ആ ഒരു ക്യാരക്ടർ ആർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ ക്യാരക്ടർ പോയി കിടന്ന ആ ഒരു ട്രാവൽ ചെയ്ത ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ സീസൺ 1 തൊട്ട് നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഒരാൾ എന്തിനാണ് ഇപ്പോൾ 2nd സീസണിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞും വേറെ ആരെങ്കിലും പിടിച്ച് കാസ്റ്റ് ചെയ്തൂടെ എന്നും പറഞ്ഞൊക്കെ വലിയ വിഷയങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഇത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു എൻഡിലാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ആളുടെ മൈൻഡിലൂടെ അല്ലെങ്കിൽ കണ്ണിലൂടെ നമ്മൾ ആ ഒരു പ്ലെയർ, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ എന്ത് ഡിസിഷനാണ് എടുക്കാൻ പറ്റുക എന്ന രീതിയിലാണ് ഈ ഒരു സീരീസും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ എൻഡിങ് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാണ് തോന്നിയത്. സോ ഇതിൽ വീണ്ടും ബാക്കിയുള്ളവർ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിമും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. 2 ഗെയിമാണ് ഇതിലുള്ളത്. അത് രണ്ടും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ അവസാനത്തെ ആ ഒരു ഗെയിമിലാണ് മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത്. ഇതിൽ വലിച്ചു നീട്ടൽ ഒന്നും തന്നെയില്ല. വെറും 6 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേണേ ഫൈനൽ സീസൺ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല സീരീസുകളെ പോലെ വലിച്ചു നീട്ടമായിരുന്നു. സോ അതൊന്നും ചെയ്യാതെ വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇവർ ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു സാധനവും നെറ്റ്ഫ്ലിക്സിൽ വരത്തില്ല എന്നൊന്നും ആരും പറയുന്നില്ല. എന്തായാലും വരും. ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്ക്വിഡ് ഗെയിം അമേരിക്ക എന്തോ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സൂചനയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവർക്കിതിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു റീമേക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് പലരും വന്നിട്ടുണ്ട്. അതിനായിട്ട് എനിക്ക് പറയാനുള്ളത്, അതായത് ഇത് ലോകം മൊത്തം അറിയപ്പെട്ട ഒരു ട്രെൻഡിങ് സീരീസാണ്. സോ ഇപ്പോൾ കൊറിയയിൽ നടത്തിയ പോലെ തന്നെ പല സ്ഥലത്തും സ്ക്വിഡ് ഗെയിം നടത്തിയാൽ എങ്ങനെ ഉണ്ടാകുമെന്നൊരു രീതിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. കാരണം ഇന്ത്യയിലൊക്കെ നടത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം സ്ക്വിഡ് ഗെയിം ഇപ്പോൾ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ലാഗുകളോ കാര്യങ്ങളോ ഇല്ലാത്ത അടിപൊളി സീരീസും കാര്യങ്ങളുമാണ്. അത്രക്കും അടിപൊളിയായിട്ട് തന്നെയാണ് അവർ സീസൺ 3 സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഇതെൻ്റെ ചാനലിലെ 14ാമത്തെ വീഡിയോ ആണ്.